ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നീനുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല, അപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത് വിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എന്താ നോക്ക്. ആപ്പിൾ ഇതെടുക്കാം, ഫോൺ എടുക്കാം. കാണിച്ച് ഫുൾ കാണിച്ച്, അടിവശം കാണിച്ച്. കറക്റ്റാ അല്ലേ സൈസ്? ഞങ്ങളിന്ന് ബർത്ത്ഡേ ആയിട്ട് ചുമ്മാ പുറത്തേക്ക് നടക്കാനല്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരു പാർക്കുണ്ട്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം ഇലകൾ, പൂക്കളെല്ലാം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ, തണുപ്പൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്തോ ശവക്കല്ലറുകളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കുറച്ച് പേരെ അടക്കിയ സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെ പൂക്കളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ. ഇത് ഒരു പാർക്കാണ്, പക്ഷെ അധികം ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പക്ഷികളുടെയൊക്കെ കരച്ചിൽ കേൾക്കാം. ഇവിടെ കുറേ പേരിങ്ങനെ പൂക്കളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ആരൊക്കെ അടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളിവിടെ എന്തുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് നിലത്തല്ല, ഇതുപോലെ പേരിങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാരെ മരിച്ചടക്കിയേക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇതിന് ചുറ്റും ഇങ്ങനെ അടക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ പേരൊക്കെ ഉണ്ട്, പൂവും വെച്ചിട്ടുണ്ട് അവിടെ. ഇത് അവിടെ എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാത്തിനും ചുവട്ടിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് ഇവർ. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ മരത്തിൻ്റെ ചുവട്ടിലെല്ലാം പൂക്കൾ വെച്ചിട്ട് ഇത് സൈഡിൽ ഇങ്ങനെ ഓരോന്ന് പേരെഴുതി ഓരോ ഫലകങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാറ്റുള്ളതുകൊണ്ട് ചെറിയ തണുപ്പുണ്ട് ഇവിടെ. ഇതുണ്ട്, ഇവിടെ മാത്രം കുറച്ച് മരക്കൂട്ടങ്ങൾ കാണുന്നുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെ ഇല പോയിട്ടാണ് ഉള്ളത്. ഇതിൽ മാത്രം പച്ച ഇലകൾ കുറേ ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അവിടെ ആൾക്കാർ പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. അതെല്ലാം മരിച്ചടക്കിയ കല്ലറകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറേ കിടക്കാച്ചി ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഫ്രോഡേ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാം സാധനങ്ങളും കിട്ടുന്ന, നമ്മുടെ നാട്ടിലൊരു മാള് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് എപ്പോഴും തിരക്കാണ് ഇവിടെ. സാറ്റർഡേ ആണ് ഭയങ്കര തിരക്ക്. സാറ്റർഡേ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടത്തില്ല. ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. ഞങ്ങളിവിടെ റോസ്മാനിൽ കയറിയതാണ്. ഇതിവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ മേലേക്ക് പണിയുന്നതിന് പകരം ഇവർ നീളത്തിലാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഓരോ ഏകമൈസ്റ്റർ മേടിച്ചായിരുന്നു. ഇപ്പോൾ അതെല്ലാം കാലിയായി. ഇവിടെ ഫുള്ളായിട്ട് ഇരുന്നായിരുന്നു, എല്ലാം കാലിയായി. ഇനി കുറച്ചേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ചിപ്സൊക്കെ കിട്ടും കേട്ടോ ഇവിടെ, ബനാന ചിപ്സ്. ഇപ്പോൾ തേങ്ങാക്കൊത്ത്. ഞങ്ങൾ ബാസ്ക്കറ്റ്, നമ്മുടെ കൊട്ട ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് പുറത്തിറങ്ങി. ഇതിനോട് കടിച്ച് പറിക്കുന്നുണ്ട് ചിക്കൻ. KFCയിൽ വന്നാണ് ഞങ്ങൾ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. കൂടെ ഞങ്ങൾ ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം മേടിച്ചു. മാംഗോ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ.